أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ورفعنا لك ذكرك. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: أنا سيد ولد آدم. صدق رسول الله. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ അവൻ സ്വീകരിക്കുന്ന സ്വാലിഹായ കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. മഹബ്ബയിലൂടെ യഥാർത്ഥ ഇഷ്കിൻ്റെ രസം നുണഞ്ഞ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാൻ ഈ ഇജ്തിമാ അല്ലാഹു കാരണമാക്കി തരട്ടെ. നേരത്തെ ഇവിടെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളീയ പശ്ചാത്തലത്തിൽ കർണാടകയുടെ അഹ്ലുസുന്നയുടെ ഷാഫിഈ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രചുര പ്രചാരം നേടിയ ജീവാത്മാവ് പോലെ കൊണ്ടു നടക്കുന്ന ഒരു നിത്യ പ്രവർത്തനമായിട്ടാണ് മങ്കൂസ് മൗലൂദിനെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞ മഹബ്ബയിൽ ചെറിയ വിധത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേ ഒരർത്ഥത്തിൽ തന്നെയാണ് ബാഹ്യമായ വ്യാഖ്യാനം മാത്രമാണ് ഇന്ന് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് മങ്കൂസ് മൗലൂദിൻ്റെ ആദ്യത്തെ ഭാഗമായ ഹദീസും ബൈത്തും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഭാഗത്തും സൂചിപ്പിക്കുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. വളരെ ഗൗരവപൂർണമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന, അവിടുത്തെയോട് അടുപ്പം ആഗ്രഹിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിധമാണ് ഈ ഗദ്യപദ്യ ആഖ്യാനത്തിലൂടെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ശ്രമിച്ചിട്ടുള്ളത്. റവാ കഅബുൽ അഹ്ബാരി റളിയല്ലാഹു അൻ ലമ്മാ അറാദല്ലാഹു തആല ഇദ്ഹാറൻ നൂരിൽ മഖ്സൂനി وإبراز الجوهر المكنون من عبد الله إلى بطن آمنة رضي الله عنها. വിശാലമായ മുഖവരയുടെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അതിൻ്റെ വരികളിലേക്ക് തന്നെ കടക്കുകയാണ്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല താൽപര്യം കാണിച്ചപ്പോൾ ഇദ്ഹാറൻ നൂരിൽ മഖ്സൂനി, വളരെ സൂക്ഷ്മമായി രഹസ്യമാക്കി നിധിയെപ്പോലെ കാത്തു സൂക്ഷിച്ച നൂറിനെ പുറത്തു കൊണ്ടുവരാൻ, വ ഇബ്റാസൽ ജൗഹരിൽ മക്നൂനി, ഗോപ്യമാക്കപ്പെട്ട വിലയേറിയ മൂല്യമുള്ള മുത്തിനെ പുറത്തു കൊണ്ടുവരാൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ
മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിനത റളിയല്ലാഹു അൻഹാ. കഴിഞ്ഞ ഭാഗത്തിലൂടെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിലാണ് അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നൂറ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിലാണ് കുടികൊള്ളുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് ആമിന ബീവിയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം വരെയും അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ മുതുകത്തുണ്ടായിരുന്ന നൂറ് അവിടുത്തെ മുഖത്തെ പ്രകാശത്തിലൂടെ ബാഹ്യമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലായിരുന്നു. അതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീ നിങ്ങൾക്ക് 100 ഒട്ടകം തരാം, എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് വന്ന് ആവശ്യപ്പെട്ടത്. നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പം അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ മുതുകത്തുള്ള നൂറ് ആമിന ബീവിയിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ, ആമിന ബീവി റളിയല്ലാഹു അൻഹായെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമായി കല്യാണം കഴിപ്പിക്കുന്ന സന്ദർഭത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു മകനാകുന്ന അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമായി പോകുന്ന സമയത്ത്, ഈ കല്യാണത്തിന് ഒരുക്കങ്ങൾ കൂട്ടുന്ന സമയത്ത് തന്നെയാണ് പലരും ഞാൻ കെട്ടിക്കോളാമെന്ന് പറഞ്ഞു വന്നിട്ടുള്ളത്. പക്ഷേ ആ ഭാഗ്യം കിട്ടിയത് ആമിന ബീവി റളിയല്ലാഹു അൻഹ എന്ന പ്രിയപ്പെട്ട ഉമ്മക്കാണ്. അതുകൊണ്ടാണ് മൗലൂദിൽ ഇങ്ങനെ സൂചിപ്പിച്ചത്, ആമിന ബീവി റളിയല്ലാഹു അൻഹ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയുള്ള ഒരു സാധാരണ ഉമ്മയല്ല. അത്ഹരി ഫതാത്തിൻ ഫിൽ അറബ്, അറേബ്യയിലെ ഏറ്റവും സംശുദ്ധയായ ചാരിത്രശുദ്ധിയുള്ള ഒരു അഴുക്കും പുരളാത്ത ഉമ്മയാണ് ബീവി ആമിന റളിയല്ലാഹു അൻഹ. അങ്ങനെയല്ലേ സംഭവിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹായിലേക്ക് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ നൂറ് നീങ്ങുകയാണ്. വദാലിക ഫീ ലൈലത്തിൽ ജുമുഅത്തി മിൻ ശഹരി റജബിൻ. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുത്തുനബിയുടെ നൂറ് ആമിന ബീവിയുടെ ഗർഭപാത്രത്തിൽ ആദ്യമായി സ്ഥാപിതമാകുന്നത് റജബ് മാസത്തിലാണ്. അഭിപ്രായ അന്തരങ്ങളൊക്കെ ആ വിഷയത്തിലുണ്ട്. കൂടുതൽ പണ്ഡിതന്മാരും വിശദീകരിച്ച കാര്യമാണ് ഇവിടെ പ്രധാനപ്പെട്ട അഭിപ്രായമായി നമ്മൾ സൂചിപ്പിക്കുന്നത്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവും ആമിന ബീവി റളിയല്ലാഹു അൻഹായും ഈ രണ്ടും അക്കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ചോയ്സായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്ഷിതാക്കളെപ്പറ്റി സംസാരിക്കുമ്പോൾ അവർ നരകത്തിലാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം പേന എടുക്കുന്ന ആളുകൾ, അവരെ മാത്രം നരകത്തിൽ കൊണ്ടിരുത്തുന്നതിന് വേണ്ടി വായ തുറക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ നാടുകളിൽ ഉണ്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമായതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് കിട്ടുന്ന നൂറ് അത് ഹബീബിൻ്റെ നൂറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നൂറ് കടന്നു വരേണ്ട ഉമ്മയും വാപ്പയും ഒരു പോയിന്റിൽ പോലും അഴുക്ക് വരാൻ പാടില്ല എന്നുള്ളത് ഏത് ബുദ്ധിയുള്ളയാൾക്കും ബുദ്ധി കുറഞ്ഞയാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ, അയാളെ അസില് ശരിയില്ലാത്തതുകൊണ്ടാണ് ഈ സ്വഭാവം ഇങ്ങനെ. അപ്പോൾ ഏറ്റവും നല്ലയാളെ നമുക്ക് കിട്ടണമെങ്കിൽ ആ ഏറ്റവും നല്ല ആൾ ആരിലൂടെ തന്നെ കടന്നു വരണം? നല്ല ഉപ്പയും ഉമ്മയിലൂടെ തന്നെ കടന്നു വരണം. സലഫി സഹോദരങ്ങളൊക്കെ പറയുന്നത് പോലെ മുത്തുനബിൻ്റെ ഉമ്മയും വാപ്പയും നരകത്തിലെന്ന് വന്നാൽ അവിടെ എന്താ വരുന്നത്? അഷ്റഫുൽ ഖൽക്കിൻ്റെ ഉമ്മയും വാപ്പൻ്റെ നരകത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല കാക്കട്ടെ. അപ്പം അതുകൊണ്ടാണ് ഇമാമുമാർ പറഞ്ഞത് അത്ഹരി ഫതാത്തിൻ ഫിൽ അറബ്,
വഹബിൻ്റെ മകൾ ഏറ്റവും നല്ല പെണ്ണാണ്, ഏറ്റവും നല്ല ഉമ്മയാണ്, സഹോദരിയാണ്. മാത്രമല്ല അബ്ദുൽ മുത്തലിബിന് 10 മക്കളാണ് റളിയല്ലാഹു അൻഹു. ഈ 10 മക്കളിൽ അബ്ദുൽ മുത്തലിബിന് ഏറ്റവും ഇഷ്ടമുള്ള മകനാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ ഓമന പേര് തന്നെ അബൂ കുസും എന്ന് ഇമാമുമാർ രേഖപ്പെടുത്തുന്നത് കാണാം. അങ്ങനെ തന്നെ പറയാൻ കാരണം എന്താ? വല്ലാതെ സ്വതക്ക ചെയ്യുന്ന നല്ല ഉദാരവാനായ മോനാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. നല്ല ചാരിറ്റി നടത്തുന്ന പ്രകൃതി. ആമിന ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അബ്ദുള്ള എന്ന വാപ്പക്കുണ്ട്. മാത്രമല്ല മഹാന്മാർ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള ഒരു ഖൈറായ ലക്ഷണം കൂടിയാണ്. കാരണം ഈ പദത്തിന് അറബിയിൽ, ഈ പദത്തിന് ഒരുപാട് ഖൈറുകളുടെ സംഭരണി, ഖൈറുകൾ ഒരുമിച്ച് കൂട്ടുക എന്ന അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തന്നെ നന്മകളുടെ ഒരു കൂടാരമായിരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വാപ്പയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അവരുടെ ചരിത്രങ്ങൾ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേരായിട്ട് ഇമാമുമാർ പറഞ്ഞത് അദ്ദബീഹ്. ദബീഹ് എന്ന് പറഞ്ഞാൽ അറക്കപ്പെട്ടത്, അറുക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. ദബഹ എന്ന അറബിയിൽ പറഞ്ഞാൽ അറുത്തു എന്നാണ് അർത്ഥം. ദബീഹ് എന്ന പേര് കൂടി ആർക്കുണ്ട്? അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനുണ്ട്. അതിൻ്റെ ചരിത്രം തന്നെ വളരെ വിശാലമാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് സംസം കിണർ കുഴിക്കാൻ വേണ്ടി കഅബയുടെ പരിസരത്തേക്ക് എത്തിയപ്പോൾ ഖുറൈശികളൊക്കെ തടഞ്ഞു. കുഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. വല്ലാതെ ബുദ്ധിമുട്ടാക്കി. വആദാഹു ബഅദു സുഫഹാഇഹിം, ചില അന്തംഗമികൾ അവർക്ക് നേരെ വിമർശനം ചൊരിഞ്ഞു. ആ സമയത്ത് മഹാനായ അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ ഹർസ് എന്ന മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ കുട്ടി അന്നുണ്ടായിരുന്നത്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നേർച്ച ചെയ്തു, എനിക്ക് നല്ല 10 മക്കളെ തരണം. ഇവർക്കെതിരെയൊക്കെ പോരാടി സംസം കിണർ കുഴിക്കാനും ഖൈറായ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കാനും എനിക്ക് നല്ല മക്കളെ വേണം. എന്നാൽ ഞാൻ അതിൽ നിന്ന് ഒരാളെ അറുത്ത് നേർച്ച വീട്ടുമെന്ന് നേർച്ച ചെയ്ത് അബ്ദുൽ മുത്തലിബ് എന്നവർ വിശദീകരിക്കുകയുണ്ടായി. അങ്ങനെ മഹാനവറുകൾ പോയി. ഫക്കാനത്ത് ലഹു ഫഖ്റൻ വഇസ്സ, അഭിമാനവും പ്രൗഢിയും ഇങ്ങനെ വർദ്ധിച്ചു വന്നു. അവസാനം അബ്ദുൽ മുത്തലിബിന് 10 മക്കളുണ്ടായി. 10 മക്കൾ. ആ മക്കളിൽപ്പെട്ട ഒരാളാണ് ഹംസ റളിയല്ലാഹു അൻഹു. ആ മക്കളിൽപ്പെട്ട മറ്റൊരു നേതൃത്വമാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ മക്കളിൽ മറ്റൊരാളാണ് അബൂ ത്വാലിബ്, മറ്റൊരാളാണ് അബൂ ലഹബ്, ലിറാർ, അങ്ങനെ സുബൈർ, ഹർസ്, 10 മക്കൾ അബ്ദുൽ മുത്തലിബിനുണ്ടായി. അതിൽ ഏറ്റവും ഇളയയാളാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അങ്ങനെ മഹാനവറുകൾ കഅബന്റെ പരിസരത്തേക്ക് വന്നു, കിണർ കുഴിച്ചു. ഒരിക്കൽ കഅബന്റെ പരിസരത്ത് കിടന്നുറങ്ങുന്ന സമയത്തൊരു സ്വപ്നം. എന്താണ് സ്വപ്നത്തിൽ പറയുന്നത്? യാ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബേ, ഇപ്പോൾ 10 മക്കളായി, അന്ന് പറഞ്ഞ നേർച്ച ഇപ്പോൾ വീട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു? വേഗം നല്ല ഒന്നാന്തരം ആടിനെ വാങ്ങി അറുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്തു. പിന്നെയും കിടന്ന് സ്വപ്നം, അതുപോലെ അതിനേക്കാളും വലുതറക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പശുവിനെ അറുത്തു. അതുപോലെ അതിനേക്കാളും വലുതിറക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒട്ടകത്തെ അറുത്തു, കാളൻ, അങ്ങനെ എന്തൊക്കെയാണോ പറ്റുന്നത് അതൊക്കെയും അറുത്ത് പരമാവധി അത് പാവങ്ങൾക്ക് വിതരണം ചെയ്തു. പക്ഷേ സ്വപ്നം പിന്നെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നത്തിൽ പറയുന്നത്, നിങ്ങൾ അന്ന് നേർച്ച വെച്ചത് കൂട്ടത്തിൽപ്പെട്ട ഒരുവനെ അറുത്ത് തരാമെന്നാണ്. ഈ കാളയും പോത്തും ഒട്ടകർത്താലൊന്നും ഇത് പരിഹാരമാവില്ല.
10 മക്കളിൽപ്പെട്ട ഒരാളെ അറുത്ത് തന്നാൽ മാത്രമേ അതിന് പരിഹാരമാവുള്ളൂ. അങ്ങനെ ഈ 10 മക്കളെയും അബ്ദുൽ മുത്തലിബ് ഒരുമിച്ച് കൂട്ടി വിഷയം പറഞ്ഞു. എല്ലാവരും പറഞ്ഞു എന്നെ അറുത്തോളി, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. എല്ലാവരും ഞങ്ങളൊക്കെ അതിന് റെഡിയാണ് എന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു? എല്ലാവരുടെ അടുത്തും ഓരോ അമ്പ് അവരവരുടെ പേരെഴുതിയിട്ട് ഒരു അമ്പ് വാങ്ങി. പണ്ട് കാലത്തൊരു സ്വഭാവമായിരുന്നു, ഞാനത് വിശാലമായി വിശദീകരിച്ച് പറയുന്നില്ല. അങ്ങനെ ഈ അമ്പ് വാങ്ങി അവരൊരു പ്രതിമയുടെ മുമ്പിൽ, അക്കാലഘട്ടത്തിലുള്ള കഅബന്റെ അടുത്തുള്ള ഒരു ബിംബത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നറുക്കിട്ടിട്ടാണ് ആരെയാണ് അറുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ 10 പേരും കൊണ്ട് നറുക്കിട്ടപ്പോൾ നറുക്ക് വീണത് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരാണ്. അങ്ങനെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട വാപ്പയായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ കൂട്ടത്തിൽ മുതിർന്ന ഒരാൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഇങ്ങനൊരു സംഗതി ഇവിടെ തുടങ്ങിയാൽ, വല ഇൻ ഫഅൽത ഹാദാ മാ യസാലു റജുലു യഅതി ബിബിനിഹി, നിങ്ങളിപ്പോൾ ഇതിങ്ങനെ തുടങ്ങിയാൽ പിന്നെ ഓരോരുത്തരും ഓരോ കാരണം പറഞ്ഞിട്ട് ബലി അർപ്പിക്കാൻ തുടങ്ങും. ദയവേത് ഇത് ചെയ്യാൻ പാടില്ല. ആളെ അറുത്തിട്ട് നിങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന പരിപാടി വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ ഒരു ജ്യോതിഷം പറയുന്ന ഒരു പെണ്ണുണ്ട്, ആ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടി കൂട്ടത്തിൽപ്പെട്ട മുതിർന്ന ഒരാൾ നിർദ്ദേശം നൽകി. അങ്ങനെ അബ്ദുൽ മുത്തലിബ് നേരെ, അതിൻ്റെ അടുക്ക് ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, ഈ മുതിർന്നയാളോട് നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിക്കുകയും അതൊന്നും വിശാലമായി ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ നേരെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് ഇയാൾ പറഞ്ഞതുപോലെ ഈ പെണ്ണിൻ്റെ അടുത്തേക്ക് ചെന്നു. പെണ്ണ് പറഞ്ഞു, ഇതിന് പരിഹാരമുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, 10 ഒട്ടകത്തെ അറുക്കണം അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പകരമായിട്ട്. പക്ഷെ പെട്ടെന്ന് അറുക്കാൻ പാടില്ല. 10 ഒട്ടകത്തെയും ഒരു അമ്പിൽ പേരെഴുത, മറ്റൊരമ്പിൽ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെയും പേരെഴുതണം. എന്നിട്ട് നറുക്കിട്ടിട്ട് ഏതാണോ കിട്ടുന്നത്, 10 ഒട്ടകമാണ് കിട്ടുന്നതെങ്കിൽ ആ 10 ഒട്ടകം അറുത്താൽ മതി. അബ്ദുല്ലാഹി തങ്ങളെ പേരാണ് കിട്ടുന്നതെങ്കിൽ വീണ്ടും നറുക്കിടണം, 10 ഒട്ടകം പിന്നെയും കൂട്ടണം. അങ്ങനെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് മാറി ഒട്ടകത്തിൻ്റെ പേര് കിട്ടുന്നത് വരെ എണ്ണം കൂട്ടുകയും നറുക്കെടുപ്പ് തുടരുകയും വേണമെന്ന് ഈ ജ്യോതിഷം പറയുന്ന പെണ്ണ് നിർദ്ദേശം നൽകി. അങ്ങനെ ഇതൊക്കെ ചെയ്ത് മഹാനവറുകൾ നറുക്കിട്ടു. പേര് വീണത് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. രണ്ടാമതും നറുക്കിട്ടു, പേര് വീണത് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. മൂന്നാമതും നറുക്കിട്ടു, പേര് വീണത് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അങ്ങനെ 10 തവണ നറുക്കിട്ട് 11ാമത്തെ തവണയാണ് ഈ ഒട്ടകത്തെ നറുക്കിൽ അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് കിട്ടുന്നത്. അപ്പം 100 ഒട്ടകം, 10 വട്ടം ഇങ്ങനെ 10 കൂട്ടി 100 ഒട്ടകം അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ പകരമായി അവിടെ അറുത്തു എന്ന് മാത്രമല്ല, അതിൻ്റെ ഫലമായി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പറഞ്ഞു, അനബിനു ദബീഹൈൻ, ഞാൻ 2 ദബീഹിൻ്റെ മകനാണ് എന്നൊരു പേര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. അനബിനു ദബീഹൈൻ, ദബീഹൈൻ എന്ന് പറഞ്ഞാൽ അറുക്കാൻ വിധിക്കപ്പെട്ട അബ്ദുള്ള എന്നവരുടെയും നേരത്തെ അതിനു മുമ്പ് അറുക്കാൻ വിധിക്കപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന നബിയുടെയും പിൻഗാമിയായ അവരുടെ പൗത്രനാണ്, മകനാണ് ഞാൻ എന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം ആളുകളുമായിട്ട് നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന, കാണാൻ ചന്തമുള്ള, സുമുഖനായ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന പ്രകൃതമുള്ള വ്യക്തിത്വമാണ് സയ്യിദുന അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വേറെ പല കാര്യങ്ങളുണ്ട്. ഇതൊരു പഠന ക്ലാസ് ആയതുകൊണ്ട് മാത്രം സൂചിപ്പിക്കുകയാണ്. ചില ഹദീസുകളിൽ ഒരു സ്വഹാബി വന്ന് ഹബീബായ തങ്ങളോട് വിഷമം പറഞ്ഞു, എൻ്റെ വാപ്പ മരിച്ചു എന്ന് പറഞ്ഞു.
വാപ്പ മരിച്ചു, വാപ്പയുമായി ബന്ധപ്പെട്ട് വാപ്പനെ കുറിച്ച് പരാതി പറഞ്ഞു, വാപ്പയുമായി ബന്ധപ്പെട്ട് വിഷമം പറഞ്ഞു. ഇസ്ലാമികപരമായിട്ട് പ്രവർത്തിക്കാത്ത വാപ്പമാർ, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചുള്ള കാലമാണ്. അപ്പം വന്നയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി മുത്തുനബി തങ്ങളൊരു വാക്ക് പറഞ്ഞു, ഇന്ന അബി വ അബാക ഫിന്നാർ. നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. ഇന്ന അബി വ അബാക ഫിന്നാർ, എൻ്റെ അബും നിൻ്റെ അബും നരകത്തിലാണ്. ഈ ഹദീസാണ് അസുന്നികളായ ആളുകൾ എടുത്തിട്ട് പറയുന്നത് റസൂലുള്ളാഹിൻ്റെ വാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലാണ്. ഈ ഹദീസ് വിശദീകരിക്കേണ്ടത് മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാരാണ്. ഇതിന് വ്യത്യസ്തങ്ങളായ അഭിപ്രായം ഇമാമുമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, അറബി ഭാഷയിൽ അബ് എന്ന് പറഞ്ഞാൽ വാപ്പ എന്ന് മാത്രമല്ല അർത്ഥം. യളാപ്പാക്കും അബ് എന്ന പ്രയോഗം, മൂത്താപ്പാക്കും അബ് എന്ന പ്രയോഗം അറബിയിലുണ്ട്. അപ്പം ഇന്ന അബി എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ വാപ്പയായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആണെന്നല്ല. മുത്തുനബിയുടെ എളാപ്പ മൂത്താപ്പമാരിൽപ്പെട്ട പ്രമുഖരാണ് അബൂലഹബ്, അബൂ ത്വാലിബ്, ഇവരൊക്കെ മൂത്താപ്പമാരാണ്. അപ്പോൾ അവർ നരകത്തിലുണ്ട് എന്ന ധ്വനിയാണ് ഈ ഹദീസിലെ വ്യാഖ്യാനമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അതുമല്ലാത്ത വ്യത്യസ്തങ്ങളായ വേറെ വ്യാഖ്യാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഹദീസ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നരകത്തിലാണ്, നിതാന്തമായി എല്ലാ കാലത്തും നരകത്തിൽ കടക്കുന്ന രൂപത്തിലുള്ള മരണമാണ് എന്ന് പ്രസ്താവിച്ച ഒരൊറ്റ പണ്ഡിതനുമില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം എന്തുകൊണ്ട്? സിഫാഹിൻ ഖത്തു, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ്, ആ നൂറ് വഹിച്ച ശരീരമാണ് സയ്യിദുന അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റേത്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, ഒരു തരത്തിലും അബ്ദുല്ലാഹി തങ്ങളും ആമിന ഉമ്മയും റളിയല്ലാഹു അൻഹയും ഒരു അഴുക്കും പറ്റുന്ന മനസ്സോ ശരീരമോ അവർക്കുണ്ടാവുകയില്ല. അത് ഹബീബിനെ തൊട്ടിരുന്ന, ഹബീബുമായി ബന്ധപ്പെട്ട ശരീരങ്ങളാണ്. സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നില്ല. അപ്പോൾ റജബ് മാസത്തിലാണ് മഹദിയായ ആമിന ഉമ്മ റളിയല്ലാഹു അൻഹ ഗർഭം ആരംഭിക്കുന്നത്. ആ സമയത്ത് അമറ റിദ്വാന അലൈഹിസ്സലാം, സ്വർഗത്തിൻ്റെ മലക്കായ റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പന വന്നു, ഫഫുതിഹ അബ്വാബുൽ ജിനാൻ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗർഭം ആരംഭിക്കുന്ന സമയത്ത് അവിടുത്തെ നൂറ് ആമിന ഉമ്മയുടെ ഗർഭത്തിലേക്ക് കടന്ന സമയം സ്വർഗത്തിൻ്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടുകയാണ്. വതസയ്യനത്തിൽ ഹൂറു വൽ വിൽദാൻ, സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളൊക്കെ അലങ്കാരത്തോടെ ചമഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മക്കളും ഗ്ലാമറോടുകൂടി ഇരിക്കുകയാണ്, സന്തോഷമാണ്. വദുഖത്ത് ബശായിറുൽ അഫ്റാഹ്, സന്തോഷത്തിൻ്റെ സുവിശേഷങ്ങളൊക്കെ വർദ്ധിച്ച് വരികയാണ്. വസഹറത്ത് കവാകിബുസ് സബാഹ്, നക്ഷത്രങ്ങളൊക്കെയും പുഷ്പിച്ച് നിൽക്കുന്നു, മിന്നിത്തിളങ്ങുകയാണ്. വനാദാ മുനാദിൻ ഫിസ്സമാഇ വൽ അർള്, ഇവിടെ സംഭവിക്കുന്നത് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഗർഭിണിയായി അതിൻ്റെ തുടക്ക സമയം ആരംഭിക്കുകയാണ്. അപ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. സ്വർഗത്തിൻ്റെ വാതിലുകളൊക്കെ തുറന്ന് തന്നെ സ്വർഗം ആഘോഷിക്കുന്നത്. സ്വർഗത്തിന് 8 വാതിലുണ്ട് എന്നാണ് മഹാന്മാർ പറയുന്നത്. ഒന്ന് ബാബു ഷഹാദത്തൈൻ, ബാബു സ്വലാ, ബാബു സിയാം, ബാബു സക്കാ, ബാബുൽ ഹജ്ജ്, ബാബുൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, ബാബുസ് സില, ബാബുൽ ജിഹാദി ഫീ സബീലില്ലാ. 8 വാതിലുകളും തുറന്നു. എന്താണ് അതിൻ്റെ കാരണം? ഹബീബായ തങ്ങൾ വളരാൻ വേണ്ടിയുള്ള ആരംഭദശ ആരംഭിച്ചതിൻ്റെ കാരണം കൊണ്ടാണ്. സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. ഇവിടെ നമ്മൾ SSFകാരായതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, നല്ലതുകൊണ്ട് കൽപ്പിക്കുന്നവർക്ക് ഒരു ബാബ് തന്നെ സ്വർഗത്തിലുണ്ട്.
നല്ലതുകൊണ്ട് കൽപ്പിക്കുന്ന ആളുകൾക്ക് തന്നെ വേറൊരു വാതിൽ തന്നെ സ്വർഗത്തിലുണ്ട്. ചീത്ത കൊണ്ട് വിരോധിക്കുന്ന നല്ലതുകൊണ്ട് കൽപ്പിക്കുന്നവർക്ക് അവരുടെ പേരിൽ തന്നെ ഒരു വാതിൽ സ്വർഗത്തിലുണ്ട്. അള്ളാഹു അക്കൂട്ടത്തിലൊക്കെ നമ്മളെ പെടുത്തി തരട്ടെ. നമ്മുടെ സംഘടനാ സംവിധാനത്തിൽ സജീവമാകാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ മഹാന്മാർ പറഞ്ഞത് ഇത് പ്രധാനപ്പെട്ട 8 വാതിലാണ്. ചെറിയ ചെറിയ വാതിലുകളൊക്കെ വേറെയുണ്ട്. സ്വർഗത്തിന് വേറെ വേറെ തട്ടുകളുണ്ട്. ആ സ്വർഗത്തിൻ്റെ രൂപങ്ങൾ ഫിർദൗസ്, നഈം, അങ്ങനെ വേറെ വേറെ സ്വർഗമുണ്ട്. അതിലേറ്റവും അഫ്ളലായ സ്വർഗം ജന്നാത്തുൽ ഫിർദൗസ് എന്ന് ഇമാമുമാർ വിശദീകരിച്ചിട്ടുണ്ട്. ജന്നത്തുൻ നഈം, ജന്നത്തു അദൻ, ദാറുസ്സലാം, ദാറുൽ ജലാൽ, ഇതൊക്കെ സ്വർഗത്തിൻ്റെ വേറെ വേറെ പേരുകളാണ്. അതിൽ ചെറുതും വലുതൊക്കെ വേറെ വേറെ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. സൂചിപ്പിച്ചു വന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിന ഉമ്മയുടെ ഗർഭപാത്രത്തിലായി സൃഷ്ടിപ്പ് ആരംഭിക്കുന്ന സമയത്ത്, അത് പരിശുദ്ധമായ റജബിലെ വകാനത്ത് ലൈല ജുമഅ, വെള്ളിയാഴ്ച ദിവസമായിരുന്നു അങ്ങനെ ചെയ്തത്. അള്ളാഹു അവിടുത്തെ ആശിഖീങ്ങളിൽ നമ്മെ പെടുത്തി തരുമാറാവട്ടെ. അന്ന് എല്ലാവർക്കും വലിയ സന്തോഷമാണ്. ആകാശലോകത്ത് നിന്ന്, ഭൂമിയിൽ നിന്ന് വനാദാ മുനാദ്, വിളിച്ചു പറയാൻ തുടങ്ങി. അല, അറിയണം, ഇന്നൻ നൂറൽ മക്നൂന മിൻഹു സയ്യിദുൽ ബശർ ഫീ ബത്നി ആമിനത ഖദ് ഇസ്തഖർ. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ നൂറ് ആമിന ഉമ്മയുടെ ഗർഭപാത്രത്തിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. ആമിന ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അത് വളർച്ചയുടെ ദശ ആരംഭിച്ചു കഴിഞ്ഞു. മക്നൂൻ, ഒളിപ്പിക്കപ്പെട്ട, ഗോപ്യമാക്കി വെക്കപ്പെട്ട, വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യപ്പെട്ട സയ്യിദുൽ ബശറിൻ്റെ നൂറ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എങ്ങനത്തെ നൂറാണത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ലോകത്തെ തന്നെ ഭരിക്കാനും നന്മയിലേക്ക് നയിക്കാനും പറ്റുന്ന രൂപത്തിലുള്ള നൂറ്. അത് ഖൽക്കിൻ്റെ രൂപത്തിലേക്ക് വരികയാണ്, മനുഷ്യ രൂപത്തിലേക്ക് വരികയാണ്. അതിൻ്റെ തുടക്കം ലോകം ആഘോഷിച്ചിട്ടാണ് തുടങ്ങുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വിലാദത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നടന്നിട്ടില്ല. ഗർഭപാത്രത്തിൽ വരുമ്പോൾ തന്നെ സ്വർഗം തുറക്കാണ്, എല്ലാവർക്കും ഹാപ്പിയാണ്. നമ്മൾ എപ്പോഴാണ് ഹാപ്പി ആകുന്നത്? വിലാദത്തിൻ്റെ സമയത്ത് മാത്രമാണ്. ഈ ആഘോഷം പാടില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ശരിക്കും നമുക്ക് റസൂലുള്ളാഹിനെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. റബീഉൽ അവ്വൽ മാത്രം ആഘോഷിച്ചാൽ മാത്രം പോരാ, റജബിൽ ആഘോഷിക്കണം. എന്തിന്? റജബിൽ ഇപ്പം ഇവിടെ ആരാ ആഘോഷിച്ചത്? മലക്കുകൾ പ്രഖ്യാപിക്കാണ്. ജിബ്രീൽ വന്നിട്ട് പറയാണ്, വെറുതെ ഇരിക്കാണോ, നിങ്ങൾ ആടിത്തിമിർക്കണം. എന്തുകൊണ്ട്? ഹബീബിൻ്റെ നൂറ് ഖൽക്കിൻ്റെ രൂപത്തിലേക്ക് വരാൻ, മനുഷ്യ രൂപത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആരംഭിക്കണം എന്ന് പറഞ്ഞാൽ റജബ് മുതൽ റബീഉൽ അവ്വൽ വരെ റസൂലുള്ളാഹിനെ പറയുന്നത് നമുക്ക് ഒഴിവുണ്ടാവാൻ പാടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മളിപ്പോൾ എന്തേ ചെയ്യുന്നുള്ളൂ? റബീഉൽ അവ്വൽ മാത്രമാണ് ഒരു മൗലൂദ് ഓതുന്നത്. അപ്പം ശരിക്കും ഈ വഹാബി പറയണ മാതിരിയല്ല, എല്ലാ സമയത്തും നമ്മുടെ ഓർമ്മയിലുണ്ടാവണം സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറയാണ്, വലമ്മൻ തഖല നൂറു നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിന, അബ്ദുള്ളയിൽ നിന്ന് ആമിനയിലേക്ക് നൂറ് നീങ്ങിയപ്പോൾ ഇഹ്തസ്സൽ അർശു ത്വറബൻ വസ്തിബ്ശാറ, അർശ് കിടുകിടാ വരച്ചു, പേടിച്ചിട്ടല്ല, ആനന്ദം കൊണ്ട്. 2 രൂപത്തിൽ വിറണ്ടാവും. കട്ടിലൊക്കെ ഇങ്ങനെ വറക്കും. എങ്ങനെ? ഒന്ന് ഭൂമി കുലുങ്ങുമ്പോൾ പേടിച്ചിട്ട് വറക്കും, ചിലപ്പോൾ സന്തോഷത്തിൽ ഇങ്ങനെ തുള്ളും, ഇങ്ങനെ വറക്കൂലേ? ചില കുട്ടികളൊക്കെ കട്ടിൽ കയറി തുള്ളുമ്പോൾ കട്ടിലൊക്കെ ഇങ്ങനെ വറക്കുന്ന പോലെ അർശിങ്ങനെ വറച്ചു സന്തോഷം കൊണ്ട്. വസാദൽ കുർസിയു ഹൈബതൻ വവഖാറ, കുർസി ഗാംഭീര്യം വർദ്ധിച്ചു. കുർസിൻ്റെ അർശും കുർസും ഒക്കെ അതിൻ്റെ ഭംഗിയും ഗാംഭീര്യമൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. വംതലഅത്തിസ് സമാവാതു അൻവാറ, അതൊക്കെ വ്യത്യസ്തങ്ങളായ ഭാഷകൾ, പ്രയോഗങ്ങൾ. വംതലഅത്തിസ് സമാവാതു അൻവാറ, ആകാശലോകങ്ങൾ നിറഞ്ഞു തുളുമ്പി.
പ്രകാശകിരണങ്ങളാൽ. നമ്മൾ 200 ഉറുപ്യക്ക് വാങ്ങുന്ന മിനിച്ചർ അല്ല അതും മാർക്കറ്റിൽ തപ്പിയിട്ട് ഏറ്റവും കുറവ് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങുന്നത് തന്നെ. തൂക്കി വിൽക്കുന്ന സ്ഥലമുണ്ടോ എന്ന് നോക്കി നടക്കല നമ്മളെ പണി തന്നെ. എത്ര കുറച്ചത്തിന് കിട്ടുമോ അതാണ് നമ്മൾ വാങ്ങുന്നത്. ഇതങ്ങനല്ല. ആകാശങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പാണ്. വലജ്ജത്തിൽ മലായികത്തു തഹ്ലീലൻ വസ്തിഗ്ഫാറാ. മലക്കുകൾ ഇങ്ങനെ ഒച്ച വെക്കാൻ തുടങ്ങി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തുടങ്ങി, അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ തുടങ്ങി. എന്താ കാരണം? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹൽക്ക് ആരംഭിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മനുഷ്യരൂപത്തിലേക്കുള്ള തുടക്കം ആരംഭിക്കുകയാണ്. ഫഅസ്ബഹത് ആമിനത്തു തിൽക്കൽ ലൈല വൽ അൻവാറു തലൂഹു ഫീ ജബ്ഹതി അൽ മുഅ്തമിന. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നൂറ് സ്വീകരിക്കലോടുകൂടി അന്നത്തെ രാത്രി ആമിന ബീവിയുടെ മുഖം, സുബ്ഹാനല്ലാഹ്, അവിടുത്തെ നെറ്റിയിൽ ഇങ്ങനെ പ്രകാശം ഇങ്ങനെ തുളുമ്പി വരികയാണ്. അതുവരെ ഉണ്ടായിരുന്നില്ല. ആമിന ബീവിയെ കല്യാണം കഴിച്ചിട്ട് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ നൂറ് കൈമാറി വന്നത് മുതലാണ് വതബാശറത് ബിഹി വലഹറത് വഅമിനത് ബിഹി മിനൽ മഖാവിഫിൽ കാമിന. ഈ നൂറിനെ വഹിച്ചതിൻ്റെ പേരിൽ ആമിന ബീവി റളിയല്ലാഹു അൻഹാക്ക് ഒന്നും പേടിക്കേണ്ടി വന്നിട്ടില്ല. ഗർഭകാല സമയത്ത് സ്ത്രീകൾ അനുഭവിക്കേണ്ട വേദന വന്നിട്ടില്ല, പ്രയാസം ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും ഉണ്ടാവേണ്ട ചിലതൊക്കെ ഉണ്ടായെങ്കിലും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും വല അലമം വല സിഖല, ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. വലഹറത്തിൽ ഇന്തിഖാലി നൂരിഹില്ലായാത്ത്. ആ നൂറിങ്ങനെ നീങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. വതബാശറത് ബിഹി ജമീഉൽ മഖ്ലൂഖാത്ത്. നമ്മൾ മാത്രമല്ല, സർവചരാചരങ്ങളും ആനന്ദിക്കാൻ തുടങ്ങി, അർമാദിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്ന കുല്ല ദാബത്തിൽ ലിഖുറൈശിൻ നതഖത് തിൽക്കൽ ലൈല. മക്കയിലെ ഖുറൈശികളുടെ ആലയിൽ കെട്ടിയിരുന്ന ഒട്ടകം സന്തോഷിച്ച് ഒച്ചടാൻ തുടങ്ങി. ഓരോ ജീവികളും ഓരോ മുതലാളിയോടും പറയാൻ തുടങ്ങി, എൻ്റെ ആള് വരാൻ നിൽക്കുന്നുണ്ട്, അതിൻ്റെ ആരംഭം കുറിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്ന കുല്ല ദാബത്തിൽ ലിഖുറൈശ്. ഖുറൈശികളുടെ എല്ലാ മൃഗങ്ങളും ഖുറൈശികളോട് ആ രാത്രിയിൽ സംസാരിക്കാൻ തുടങ്ങി സന്തോഷം കൊണ്ട്. അതാണ് വതബാശറത് ബിഹി ജമീഉൽ മഖ്ലൂഖാത്ത്. എല്ലാ സൃഷ്ടികളും അവർ സന്തോഷത്തോടെ ആനന്ദത്തോടെ നിൽക്കാൻ തുടങ്ങി. വലമ്മ ഹമലത് ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റജബിൽ ഹനാ ബുശ്ശിറത് ഫീ ശഅബാന ബിനൈലിൽ മുനാ വഖീല ലഹാ ഫീ റമളാന ലഖദ് ഹമൽതി ബിൽ മുതഹ്ഹരി മിനദ് ദനസി വൽ ഖനാ. ഇമാമുമാർ അത് വിശദീകരിക്കുന്ന രംഗം നമ്മൾ മനസ്സിലാക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റജബാകുന്ന റജബിൽ ഹന, ഹന എന്ന് പറഞ്ഞാൽ ആഹ്ലാദത്തിൻ്റെ മാസമായ റജബിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിന ഉമ്മ ഗർഭം ധരിച്ചപ്പോൾ ബുശ്ശിറത്ത് ഫീ ശഅബാന ബിനൈലിൽ മുനാ. ശഅബാൻ മാസത്തിൽ തന്നെ ആഗ്രഹം നിങ്ങൾക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ചിന്തിക്കുന്ന, കൊതിക്കുന്ന സംഗതി കിട്ടാൻ പോവാണ് എന്ന് മഹദിയായ ആമിന ഉമ്മക്ക് സന്തോഷ വർത്തമാനം അറിയിക്കപ്പെട്ടു. ആമിന ഉമ്മയോട് ശറഫുൽ അനാം മൗലൂദിലൊക്കെ കാണാം, ഓരോ മാസത്തിലും ഓരോ അമ്പിയാക്കൾ, നബിമാർ വന്നിട്ട് ഓരോന്നിങ്ങനെ പറയും. ഒരു മാസം മൂസ നബി വരും, ഒരു മാസം ഈസ നബി വരും സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹിസ്സലാം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി പറയാൻ ഇങ്ങനെ ഓരോ മാസം ആശ്വസിപ്പിക്കാൻ ആളുകൾ വരികയാണ്. അതാണ് മഹാന്മാർ പറയുന്നത്, ബുശ്ശിറത്ത് ഫീ ശഅബാന ബിനൈനിൽ മുനാ വഖീല ലഹാ ഫീ റമളാൻ. റമളാനിൽ ആമിന ഉമ്മയോട് വന്നിട്ട് മഹാന്മാർ പറഞ്ഞു, അമ്പിയാക്കൾ പറഞ്ഞു, ലഖദ് ഹമൽതി ബിൽ മുതഹ്ഹരി മിനദ് ദനസി വൽ ഖനാ. പേടിക്കണ്ട, ഈ ഗർഭം ചുമന്നിരിക്കുന്നത് ആരെയാണ്? പരിശുദ്ധമായ ഒന്നിനെയാണ്. മിനദ് ദനസി വൽ ഖനാ, ഒരു മോശത്തരവും ഇല്ലാത്ത, ഒരു അഴുക്കും പുരളാത്ത,
ഒരു നൂറിനെയാണ് അവിടുന്ന് ചുമന്നിട്ടുള്ളത്, ഹംല് ചെയ്തിട്ടുള്ളത് എന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹായോട് നിർദ്ദേശങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. വസമിഅത്തിൽ മലായികത ഫീ ശവ്വാൽ യുബശ്ശിറൂനഹാ ബില്ലഫ്രി ബിഗായത്തിൽ മുനാ. വസമിഅത്തിൽ മലായികത മലക്കുകളെ കേൾപ്പിക്കാൻ തുടങ്ങി. ഫീ ശവ്വാലിൻ ശവ്വാൽ മാസത്തിൽ യുബശ്ശിറൂനഹാ ബില്ലഫ്രി ബിഗായത്തിൽ മുനാ. എനിക്ക് നല്ല ഒരു സന്തോഷം പൂവണിയാനുണ്ട് എന്ന സുവിശേഷം മലക്കുകളോടിങ്ങനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. വറഅത്തിൽ ഖലീല ഇബ്രാഹിം അലൈഹിസ്സലാം ഫീ ദിൽഖഅദതി വഹുവ യഖൂൽ. ദുൽഖഅദ മാസമാകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ആമിന ഉമ്മയോട് പറയുന്നു, യഖൂലു ലഹാ അബ്ശിരി ബിസ്വാഹിബിൽ അൻവാരി വൽ വഖാരി വസ്സനാ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹബീബായ തങ്ങളുടെ ഗർഭം ആരംഭിക്കുന്നത് മുതൽ പ്രസവത്തിൻ്റെ സമയം വരെ ഓരോ നബിമാര് വന്നിട്ട് ആശ്വാസം പറയുകയാണ്. ആമിന ഉമ്മയുടെ അരികിൽ വന്നിട്ട് പിന്തുണ അറിയിക്കുകയാണ്. ദുൽഖഅദ മാസത്തിൽ വരുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നത്, പേടിക്കണ്ട, സാഹിബുൽ അൻവാരി വൽ വഖാരി വസ്സനാ. നല്ല ഗാംഭീര്യമുള്ള ചന്തമുള്ള അഴകുള്ള കുഞ്ഞാണ് അങ്ങയുടെ പള്ളയിലെന്ന് സയ്യിദുനാ ഇബ്രാഹിം. ആമിന ഉമ്മയുടെ മനസ്സിലിങ്ങനെ സന്തോഷം ഇങ്ങനെ തുളുമ്പുകയാണ്. ആശ്വാസത്തിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ആകാംക്ഷ വർദ്ധിക്കുകയാണ്. ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ പറ്റിയുള്ള സന്തോഷം വർദ്ധിക്കുകയാണ്. പ്രസവത്തോടുള്ള താല്പര്യം ഇങ്ങനെ കൂടുകയാണ്. വഅതാഹാ ഫീ ദിൽഹിജ്ജതി മൂസൽ കരീം അലൈഹിസ്സലാം. പിന്നെ വരുന്നത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. വഅഅലമഹാ ബിറുത്ബതി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വജാഹിഹിൽ അസ്നാ. മൂസ നബി വന്നിട്ട് പറയുന്നത് മകന് കിട്ടാൻ പോകുന്ന റബ്ബ് നൽകിയിട്ടുള്ള സ്ഥാനമാനങ്ങളെ പറ്റിയാണ്. അവിടുത്തെയുടെയും നേതാവാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, അമ്പിയാക്കളെ സൃഷ്ടിച്ചത്, അമ്പിയാക്കളുടെ നൂറ് വരുന്നത് മിന്നൂരി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളില്ലെങ്കിൽ ആരുമില്ല. തങ്ങളില്ലെങ്കിൽ മൂസാ അലൈഹിസ്സലാമില്ല, തങ്ങളില്ലെങ്കിൽ ഈസാ നബിയില്ല, തങ്ങളില്ലെങ്കിൽ ഒരു നബിയില്ല, ഒന്നുമില്ല. ഈ ലോകം തന്നെ ഇല്ല. എല്ലാത്തിൻ്റെയും നിദാനമാണ് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് പറഞ്ഞത്, ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്. തങ്ങളില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല, തങ്ങളില്ലെങ്കിൽ ഈ യൂണിവേഴ്സില്ല, തങ്ങളില്ലെങ്കിൽ അണ്ടകടാഹമില്ല. നിങ്ങൾ മനസ്സിലിങ്ങനെ കൊണ്ടുവന്നിങ്ങനെ ചിന്തിക്കണം. ഇവിടെ പ്രസംഗം നടക്കണോ, മഹബ്ബ നടക്കണോ, ഇവിടെ നമുക്ക് ബിരിയാണി കിട്ടണോ, ആസ്വാദനം വേണോ, ഭാര്യയെ വേണോ, മക്കളെ കണ്ട് ഉല്ലസിക്കണോ, മനസ്സിൽ ആനന്ദം വേണോ, സന്തോഷം വേണോ, എല്ലാത്തിൻ്റെയും നിദാനമാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർക്ക് ഉമ്മനോട് ഭയങ്കര സ്നേഹമാണ്. ഉമ്മയുടെ മുഖത്ത് നോക്കാൻ പെരുത്തിഷ്ടമാണ്. ഉമ്മാൻ്റെ മുഖത്ത് നോക്കി സന്തോഷിക്കുന്ന സമയത്ത് ചിന്തിക്കണം, എനിക്ക് എൻ്റെ ഉമ്മാനെ തന്നത് ഹബീബായ തങ്ങളെ കൊണ്ടാണ്. ഹബീബായ തങ്ങളെ കൊണ്ടാണ്. മകൻ്റെ താലോലവും വാത്സല്യവും. എത്ര പേരുടെ പ്രൊഫൈലിലാണ് മക്കളെ ഫോട്ടോയുള്ളത്? എത്ര പേരാണ് സ്റ്റാറ്റസ് വെക്കുന്നത്?
ഇടയ്ക്കിടങ്ങനെ ബേജാറ് വരുമ്പോൾ നോക്കാണ്, മകൻ്റെ മുഖം നോക്കുമ്പോൾ സന്തോഷാണ്, ഭാര്യനോട് വർത്താനം പറയുമ്പോൾ വല്ലാത്ത കുളിരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, കുളിരുണ്ട്, സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്, ആഹ്ലാദമുണ്ട്, ആത്മാർത്ഥതയുണ്ട്, സർവ്വതമുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ആ കാരണത്തിൻ്റെ പേരാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. വസ്തഫത്തിൽ മലായികതു واصطفت الملائكة واتاها في ذي الحجة موسى الكليم عليه السلام وأعلمها برتبة محمد صلى الله عليه وسلم ناداها في محرم جبريل. പിന്നതാ വരുന്നു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മുഹറമിൽ വരികയാണ്. ബിഅന്ന വഖ്ത വിലാദതിഹാ കദ്ദനാ. എന്നിട്ട് എന്ത് ചെയ്തു? മുഹറമിൽ വന്നിട്ട് പറയാണ്, വഖ്ത വിലാദതിഹ, പ്രസവത്തിൻ്റെ സമയം അടുത്തു കേട്ടോ. ഇങ്ങനെ വരിവരിയായിട്ട് ആൾക്കാർ വരികയാണ് ആശ്വസിപ്പിക്കാൻ. മൂസാ നബിക്ക് വേണം ആരെ? ആമിന ഉമ്മയെ റളിയല്ലാഹു അൻഹ. അള്ളാൻ്റെ ഹബീബിൻ്റെ അമ്പിയാക്കളിൽപ്പെട്ട എല്ലാവർക്കും ആരെ വേണം? ആമിന ഉമ്മനെ വേണം. സലഫിക്ക് വേണ്ട. ആലോചിച്ച് നോക്കിയേ. ജിബ്രീലിന് വേണം. ജിബ്രീൽ വന്നിട്ട് പറയാണ് ആശ്വാസം, സലഫി പറയാണ് നരകത്തിൽ. അവരെ കടുപ്പം നോക്കി, നിങ്ങൾ തമാശ പറയല്ല, ഇത് തെളിവൊന്നും വേണ്ട. എൻ്റെ വാപ്പൻ്റെ വാപ്പ ഇനി ബെടക്കാണെന്ന് തന്നെ വെക്കുക. അല്ലാഹു നമ്മളെ ഉപ്പാപ്പമാരൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഇനിയിപ്പോൾ ഒരാൾ ഒരു പിഴച്ചുപോയ വാപ്പൻ്റെ വാപ്പ എന്ന് തന്നെ വിചാരിക്കുക. എന്നാലും നമുക്ക് പറയുമ്പോൾ ഒരു ബേജാറുണ്ടാവില്ലേ? അങ്ങാടിയിൽ നിന്ന് ഇപ്പം എന്നോട് ഒരാൾ പറയാണ്, നീ വലിയ ആളൊന്നാക്കണ്ട, നിൻ്റെ ഉപ്പാനെ അറിയാം, നിൻ്റെ ഉപ്പാനെ അറിയാമെന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട. എന്നാലും നമുക്ക് എന്താ വിചാരിക്കുക, ബാക്കിയുള്ളവർ ഇപ്പം എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമോ എന്നുള്ളൊരു ബേജാറുണ്ടാവില്ലേ? ഇവർ റസൂലുള്ളാഹിൻ്റെ ഉമ്മാനെ നരകത്തിലാക്കുന്ന സ്റ്റേജ് കെട്ടിയിട്ടാണ്. ഇതാര് കാണുന്നുണ്ട്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് വിഷമാവോ ഇല്ലേ? വിഷമാവും. അള്ളാഹുവിൻ്റെ ഹബീബിനെ. അതുകൊണ്ടാണ് തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത്. ഹദീസുകൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ നല്ല ഒന്നാം തരം പരമ്പരയിലൂടെ, ഒരഴുക്കും പുരളാത്ത വാപ്പമാരിലൂടെ, ഉമ്മമാരിലൂടെ ജനിച്ച കുട്ടിയാണ് ഞാൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്തഫത്തിൽ മലായികത്തു മൻസിലഹാ ഫി സഫർ. സഫർ മാസമാകുമ്പോഴേക്ക് വരിയായി മലക്കുകൾ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. ഇതെപ്പോഴാണ് പ്രസവം? ഇങ്ങനെ ഈഗർനെസ്സോടുകൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ പ്രസവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഒരു നടി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി, പ്രസവത്തിൻ്റെ വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി മാസങ്ങളോളം കാത്തുന്നു എന്ന് പത്രത്തിൽ വന്നിരുന്നു. സ്വന്തം പ്രസവം സിനിമയായി അത് അഭിനയിച്ച് പൈസക്ക് വേണ്ടി എന്തും ചെയ്യാൻ കാത്തു നിൽക്കുന്ന ഭൗതികമായ ആനന്ദത്തിന് അതിനും കാത്തു നിൽക്കുന്ന ആളുകളുള്ള സമയത്താണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ അത്ഭുതമില്ല. സ്നേഹം കൂടുന്ന സമയത്ത് എന്തിനും റെഡിയാണ്. മലക്കുകൾ ഇങ്ങനെ സൊഫൻ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഫഅലിമത് അന്ന മൗഇദ സുറൂരി ഖദ് ഖറുബ വദനാ. ആൾക്കാരിൽ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ആമിന ബീവിയുടെ മനസ്സിൽ ഇങ്ങനെ സന്തോഷം വന്നു. മനസ്സിലാക്കാൻ തുടങ്ങി. അന്ന മൗഇദ സുറൂരി ഖദ് ഖറുബ വദനാ. എനിക്ക് വാഗ്ദാനം നൽകപ്പെട്ട സന്തോഷം വരാനടുത്തിട്ടുണ്ട്. ഫലമ്മാ ഹല്ല റബീഉൽ അവ്വൽ. അങ്ങനെ റബീഉൽ അവ്വൽ വന്നപ്പോൾ അദാഅത്തിൽ അർളു വസ്സമാ. ആകാശവും ഭൂമിയും പ്രകാശപൂരിതമാവുകയാണ്. വഅശ്റഖത്തിൽ ബൈതു വസ്സഫാ. കഅബ ഇങ്ങനെ മിന്നിത്തിളങ്ങുകയാണ്. വസ്സഫാ, സഫാ മർവ പർവ്വതങ്ങളിലെ സഫയും മിന്നിത്തിളങ്ങുകയാണ്. എല്ലാവരും ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. സുമ്മ ലമ്മാ ജാഅ വഖ്തുൽ വിലാദ. പിന്നെ പ്രസവത്തിൻ്റെ സമയം ഇങ്ങനെ പിന്നെയും അടുത്തു വന്നു. വഖറജ മൻശൂറുസ് സഅദ. വിജയത്തിൻ്റെ വിളംബരം ഇങ്ങനെ പുറത്തു വന്നു. വജദ്ദ ബി ആമിനത അംറുൽ വിലാദ.
ആമിന ബീവി ഉറപ്പിച്ചു. പ്രസവത്തിൻ്റെ വിലാദത്തിൻ്റെ കാര്യം ഉറപ്പിച്ചു, തീരുമാനിച്ചു. വഹാന ബുറൂസു ശംസി സഅദ. നിങ്ങൾ മനസ്സിലാക്കണം, വിജയത്തിൻ്റെ സൂര്യൻ, സഅദത്തിൻ്റെ സൂര്യൻ പ്രത്യക്ഷമാവാൻ, പുറത്തു വരാൻ സമയമായി. തലഇല അൽ ഹഖു നൂറൻ അളാഅ വനുശിറത് ലഹു ഫിൽ കൗനി അഅലാമുർ റിളാ. തിളക്കമാർന്ന പ്രകാശത്താൽ വളരെ വ്യക്തമായി തന്നെ സത്യം ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുകയാണ്. തലഇല അൽ ഹഖു, സത്യമിങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുന്നു. നൂറൻ അളാഅ, തിളക്കമാർന്ന പ്രകാശത്താൽ. വനുശിറത് ലഹു ഫിൽ കൗനി അഅലാമുർ റിളാ, സന്തോഷത്തിൻ്റെ പതാകകൾ പ്രപഞ്ചത്തിൽ ഉയർത്തപ്പെടാൻ തുടങ്ങി. സന്തോഷത്തിൻ്റെ പതാകകൾ ഉയർത്തപ്പെടാൻ തുടങ്ങി. വഇദാ ബിത്വാഇരിൻ അബിയള ഖസ്സഖത മിനൽ ഹവാ. പ്രസവത്തിനോടിങ്ങനെ അടുത്ത് നിൽക്കുന്ന സമയം ഒരു പക്ഷി ഇങ്ങനെ പറന്നു വരികയാണ്. ആമിന ഉമ്മയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. ആകാശത്ത് നിന്ന് വരുന്നു. ഫമർറ ബിജനാഹൈഹി അലാ ബത്നി ആമിന. ആമിന ഉമ്മ റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളയിലേക്ക് മുസ്രിയൻ, ആമിന ഉമ്മയുടെ പള്ളയിലേക്ക് ചിറകിങ്ങനെ തടവുകയാണ്. ഈ വന്ന പക്ഷിയെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു. പലരും പറഞ്ഞത് പല കാരണങ്ങളാണ്. അത് മലക്ക് പക്ഷിയുടെ രൂപത്തിൽ വന്നു എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട്. പക്ഷി തന്നെ വന്നു എന്ന അഭിപ്രായവും ഇമാമുമാർ വിശദീകരിച്ചുണ്ട്. എന്തു തന്നെയായാലും ആമിനവും ബീവി ഉമ്മ റളിയല്ലാഹു അൻഹായുടെ പള്ളയിലേക്ക് തടവുകയാണ്. ആശ്വാസത്തിൻ്റെ വചനങ്ങൾ നൽകുകയാണ്. ഫളറബഹൽ മഖാലു ലൈലത്തൽ ഇത്നൈനി الثاني عشر من شهر ربيع الأول. ഫളറബഹൽ മഖാൽ, പ്രസവത്തിൻ്റെ വേദനയങ്ങ് തുടങ്ങി. റബീഉൽ അവ്വൽ 12 രാത്രി പ്രസവത്തിൻ്റെ വേദന തുടങ്ങി. വവലദത് സ്വബീഹതഹാ നബിയസ് സഖലൈൻ. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയങ്ങ് പ്രസവിക്കപ്പെടുകയാണ്. ഹബീബായ തങ്ങൾ ഈ ഭൗതികമായ പ്രപഞ്ചത്തിലേക്ക് വരികയാണ്. അള്ളാഹു അവിടുത്തെ ആശിഖീങ്ങളിൽ പെടുത്തട്ടെ. ആളുകളിങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിങ്ങനെ പുറത്തേക്ക് വരികയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസവം, പണ്ഡിതന്മാർക്കിടയിൽ അവിടെ 2 അഭിപ്രായമുണ്ട്. പുതിയ കാലത്ത് ചിലവർ ഫിത്നയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും പറഞ്ഞൊരു വിഷയം ഇവിടെ സൂചിപ്പിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസവം എപ്പോഴാണ് നടന്നത്? സുബഹിക്ക് മുമ്പാണോ സുബഹിക്ക് ശേഷമാണോ? 2 അഭിപ്രായമുണ്ട്. സുബഹിയുടെ തൊട്ട് മുമ്പാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സുബഹിയുടെ തൊട്ട് ഉടനെ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് ഇപ്പോൾ സുബഹിക്ക് മൗലൂദ് എടുക്കുമ്പോൾ സുബഹിക്കല്ല എന്ന് പറഞ്ഞ് മുടക്കാനും പോണ്ട, സുബഹിക്ക് ശേഷം നടക്കുന്നിടത്ത് അതും മുടക്കാനും പോണ്ട. അതുകൊണ്ടാണ് മഹാന്മാർ ഇബ്രീസ് അടക്കമുള്ള ഗ്രന്ഥങ്ങൾ സൂചിപ്പിച്ചു. ദബ്ബാഗ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ പറഞ്ഞു, പ്രസവത്തിൻ്റെ വേദന സുബഹിൻ്റെ മുമ്പ് തുടങ്ങി, സുബഹി കഴിയലോടുകൂടെ പ്രസവം തീർന്നു. പ്രസവം തുടങ്ങിയത് എപ്പോഴാണ്? സുബഹിൻ്റെ തൊട്ട് മുമ്പാണ്. പൂർണ്ണമായി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വിലാദത്ത് നടന്നത് സുബഹിക്ക് ശേഷമാണ്. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ മതി. ഇനി സുബഹിക്ക് നടന്നു എന്ന് പറഞ്ഞാലും സുബഹിക്ക് ശേഷമെന്ന് പറഞ്ഞാലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി 3 മണിക്ക് മൗലൂദ് കഴിക്കരുത് എന്ന് ഒരഭിപ്രായവും ആരും പറഞ്ഞിട്ടില്ല. എപ്പോൾ പ്രസവിച്ചാലും ഏത് സമയത്ത് പ്രസവിച്ചാലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലൂദ് മുടക്കാൻ ശൈത്താൻ പല കോലത്തിൽ വരും. യുക്തിവാദി വന്നാൽ നമുക്ക് മനസ്സിലാവും കുത്തുതിരിപ്പാണ് എന്ന്. മുജാഹിദ് വന്നാലും നമുക്ക് മനസ്സിലാവും അവൻ്റെ ഉദ്ദേശം വേറെയാണ്. പക്ഷെ തലേക്കെട്ട് കെട്ടിയിട്ട് ആയത്തും ഹദീസും ഓതിയിട്ട് സുന്നി എന്ന് പറഞ്ഞ് വന്നാൽ നമുക്ക് മനസ്സിലാവില്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മളതിൽ ശരിയുണ്ടോ എന്ന് ധരിച്ചു പോവും. പണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഈ
മോഡേൺ പ്രൈസിങ്, ഓൾഡ് ഫ്ലാറ്ററി എന്ന് പറഞ്ഞിട്ട് രണ്ട് പുകഴ്ത്തുന്നതിനെ പറ്റി അതിലൊരു ചർച്ച നടത്തുന്നുണ്ട്. പണ്ട് കാലത്തുള്ള പുകഴ്ത്തൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും ആൾക്കാർക്ക്. ഇപ്പോൾ രാജാവിൻ്റെ മുമ്പിൽ പോയിട്ട് ചില ആൾക്കാർ നിങ്ങൾ ഭയങ്കരമാണ്, നിങ്ങളെ കൊണ്ടാണ് ഇവിടെ നടക്കുന്നതൊക്കെ പറയുമ്പോൾ രാജാവിനും അറിയാം ഓ എന്നെ പൊട്ടീസാക്കാണ്, പറയുന്ന ആൾക്കും അറിയും ഓ എന്നെ കോയാക്കാണ്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഭയങ്കരമായിട്ട് പറഞ്ഞാൽ, ഇപ്പം എന്നോട് വന്നിട്ട് ഫാറൂഖ് അമാനി പറഞ്ഞു നിങ്ങളുള്ളത് കൊണ്ടാണ് ഈ മഹബ്ബ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും, മൂപ്പർക്കും മനസ്സിലാവും. അതേ സമയത്ത് ഇപ്പോഴത്തെ പുകഴ്ത്തൽ അങ്ങനെയല്ല, മോഡേൺ ഫ്ലാറ്ററിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അർദ്ധസത്യങ്ങൾ ഇങ്ങനെ ചേർത്തിട്ട് പറയും. അപ്പോൾ കേൾക്കുന്ന ആൾക്ക് തിരിയൂല, എന്നെ ജാക്കി വെക്കുകയാണെന്ന് മനസ്സിലാവില്ല. തിരിയുന്നുണ്ടോ പറയുന്നത്? അത് അപകടമാണ്. മറ്റത് അപകടമല്ല, മറ്റത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. അതാ പറഞ്ഞത്. യുക്തിവാദി വന്നിട്ട് പറഞ്ഞാൽ മനസ്സിലാവും, ആരിഫ് ഹുസൈൻ തെരുവത്ത് വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിൽ നിന്ന് പിന്നെ കക്കൂസിന്ന് പിന്നെ കാഷ്ടല്ലാതെ വേറൊന്നും വരൂലല്ലോ, അതങ്ങനെ നമ്മൾ മനസ്സിലായിക്കോളും. ഇനി വഹാബി വന്നിട്ട് പറഞ്ഞാൽ നമ്മളെങ്ങനെ മനസ്സിലാക്കുക? ഇനിയിപ്പോൾ തലേക്കെട്ട് കെട്ടിയിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ലേബലിൽ വന്നിട്ട് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താവില്ല, മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ഹക്കിനെയും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലൂദിനെയും അവിടുത്തെയുമായി ബന്ധപ്പെട്ട് സന്തോഷിക്കുന്ന ഒരു മിനിറ്റിനെയും മുടക്കം വരുത്തുന്ന ഒന്നും നമുക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർക്ക് വിശാലമായ കാഴ്ചപ്പാടാണ്. ഇനി ഒന്നും കൂടെ പറയാം, SSFൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണല്ലോ നമ്മൾ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജനനമാസത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ മഹാന്മാരുണ്ട്. സഫർ മാസത്തിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞവരുണ്ട്, റമളാനിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞവരുണ്ട്. ചില ഇമാമുമാർ റബീഉൽ അവ്വൽ 7-നാണെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞവരുണ്ട്. നമ്മളെ കിതാബുകളിലൊക്കെ ഉള്ളതാണ്. ഈ വിഷയത്തിൽ ആരെങ്കിലും ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കലുണ്ടോ? ഇല്ല, റബീഉൽ അവ്വൽ 12-ആണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തെ സംബന്ധിച്ച് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. മാത്രമല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്തു എന്തുകൊണ്ടാണ് മുത്തുനബിയുടെ പ്രസവം റബീഉൽ അവ്വലിലായത്. 4 കാരണം ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വലിലാവാൻ കാരണം, അതും തിങ്കളാഴ്ചയാവാൻ കാരണം, ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാരണം, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാവാൻ കാരണം ഇമാമുമാർ പറഞ്ഞത്, തിങ്കളാഴ്ചയാണ് പ്രകൃതി മരങ്ങളെ, മനുഷ്യന് സന്തോഷം തരുന്ന വസ്തുക്കളെ അല്ലാഹു സൃഷ്ടിച്ചത് തിങ്കളാഴ്ചയാണ്. പ്രകൃതിയെ, അതേപോലെ തന്നെ പഴങ്ങളെ, നന്മകളെ, നല്ല കാര്യങ്ങളൊക്കെ കൂടുതലും അല്ലാഹു തആല സൃഷ്ടിച്ചത് തിങ്കളാഴ്ചയാണ്. അതിൽ ഏറ്റവും നല്ല അഷ്റഫുൽ ഖൽഖിനെയും തിങ്കളാഴ്ച സൃഷ്ടിച്ചു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്തു പറഞ്ഞാൽ കണ്ണിലേക്ക്, മനസ്സിലേക്ക് ആശ്വാസം പകരുന്ന, സമാധാനം തരുന്ന സംഗതികളൊക്കെ പടച്ചോൻ സൃഷ്ടിച്ചത് തിങ്കളാഴ്ചയാണ്, യൗമുൽ ഇത്നൈൻ. അപ്പം അതുകൊണ്ട് മഹാന്മാർ പറയാണ്, ഏറ്റവും വലിയ ആനന്ദം തരുന്ന മുത്തുനബി പിന്നെ തിങ്കളാഴ്ച അല്ലാതെ വേറെ ദിവസം പറ്റുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതുകൊണ്ടാണ് ഹബീബായ തങ്ങളെ തിങ്കളാഴ്ച സൃഷ്ടിക്കാൻ കാരണം. എന്ന് മാത്രമല്ല, മഹാന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് വെള്ളിയാഴ്ച തങ്ങൾ പ്രസവിക്കപ്പെട്ടിട്ടില്ല? വെള്ളിയാഴ്ച എന്താ പ്രസവിക്കപ്പെടാത്തത്? അതിന് മഹാന്മാർ പറഞ്ഞ കാരണമുണ്ട്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ, വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് വരിക. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് പ്രത്യേകമായി പറയുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബിനെ കൊണ്ട് മാത്രം ഒരു ദിവസം പ്രത്യേകമാകണം. അള്ളാഹുവിൻ്റെ ഹബീബിനെ കൊണ്ട് മാത്രം ആ ദിവസത്തിന് പ്രത്യേകത കിട്ടണം. രണ്ടാമത്തെ കാരണമായി റബീഉൽ അവ്വൽ തിരഞ്ഞെടുക്കാനുള്ള കാരണവും ഇമാമുമാർ പറഞ്ഞത്, മുഹറമിൽ വേറെ പല സംഭവങ്ങളും ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി മുഹറമിൽ വന്നത് എന്ന് ധാരണ വരാം, അത് വേണ്ട. റമളാനിലും അങ്ങനെ ധാരണ വരാം, അത് വേണ്ട. ഒരു സെപ്പറേറ്റ് ഒരു വർഷം, ഒരു മാസം തന്നെ ആവണം അള്ളാഹുവിൻ്റെ ഹബീബിന്. അതുകൊണ്ടാണ് റബീഉൽ അവ്വലിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബീഉൽ അവ്വലിൽ വിലാദത്ത് കൊണ്ട് അനുഗ്രഹിച്ചത്, തങ്ങളെ കൊണ്ട് അറിയപ്പെടണം. അള്ളാഹു കാക്കട്ടെ. ഇപ്പം നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്, മുത്തുനബി എന്തുകൊണ്ട് മദീനത്ത് ദഫൻ ചെയ്യപ്പെട്ടു. അള്ളാഹു കാണാനുള്ള തൗഫീക്ക് നൽകട്ടെ. മക്കയിൽ തന്നെ 100,000 കൂലി കിട്ടുന്ന സ്ഥലം എവിടെയാണ്? മസ്ജിദുൽ ഹറാമാണ്, ആണല്ലോ.
പിന്നെന്തിനാണ് മദീനയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദഫൻ മദീനത്താക്കിയത്? മക്കയിൽ കഅബയുണ്ട്. അപ്പം മക്കയിലേക്ക് ഒരാൾ വരുമ്പോൾ കഅബയെ കാണാൻ എന്തായാലും മക്കയിലേക്ക് വരണം. അങ്ങനെ വരുമ്പോൾ പോയി കാണേണ്ട ഇടമല്ല എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾ വേറെ തന്നെ പോകണം. അള്ളാഹുവിൻ്റെ ഹബീബിലൂടെ ഒരു നാട് അറിയപ്പെടണം. അള്ളാഹുവിൻ്റെ ഹബീബിലൂടെ ഒരു നാടിന് ഫളിൽ കിട്ടണം. മക്കൾക്ക് ഓൾറെഡി ഫളിലുണ്ട്. ആ ഫളിലിൽ എൻ്റെ ഹബീബിനെ കൂട്ടിക്കലർത്തിയാൽ പോരാ, എൻ്റെ ഹബീബിന് വേറെ തന്നെ ഫളിൽ വേണം. അതുകൊണ്ടാണ് മദീനയിൽ അവിടുത്തെ ദഫൻ ചെയ്യപ്പെട്ടത് എന്ന് ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ചില സലഫികൾ പറഞ്ഞത് മദീനത്ത് പോണ്ടാന്ന്. കറക്റ്റല്ലേ? ഇപ്പം രണ്ടും ഒന്നിച്ചാണെങ്കിൽ ഒരു ചിലപ്പോൾ വരും, അവർക്ക് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ജാതിയൊന്നും അങ്ങോട്ട് വരേ വേണ്ടാന്ന്, നോ അഡ്മിഷൻ. അള്ളാഹു കാക്കട്ടെ. അല്ല, അത് കറക്റ്റാണ്. സലാം സുല്ലമി വ്യക്തമായിട്ട് എഴുതി വെച്ചു മദീനത്ത് പോകാൻ പാടില്ല. അല്ല, ഇപ്പോഴത്തെ ആൾക്കാർ പോകുന്നുണ്ട്, വേറെ വഴിയില്ല. ടൂറിന് ആളെ കിട്ടുന്നില്ല ഉംറക്ക്. മദീന എന്ന് പറഞ്ഞാലല്ലേ ടൂർ പാക്കേജ് വിജയിക്കും അത്രേ. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് മദീന അറിയപ്പെട്ടു. അതാണ് അങ്ങനെ പറയാൻ കാരണം. തീർന്നില്ല. റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 12 മാസത്തിൽ ഒരു നിഷ്പക്ഷ സ്വഭാവം കാണിക്കുന്ന മാസമാണ് റബീഉ, വസന്തം. വസന്തത്തിൽ കൂടുതൽ തണുപ്പില്ല, കൂടുതൽ ചൂടുമില്ല. അല്ല, ഇവിടെ തണുപ്പുണ്ട്, ദേശീൻ്റെ തണുപ്പാണ്. കൂടുതൽ ചൂടുമില്ല, കൂടുതൽ തണുപ്പില്ല, ഒരു നിസ്ഫാണ്. ബാക്കിയുള്ള മാസം പോലെയല്ല. അപ്പം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മാസം എങ്ങനത്തെ മാസമായിരിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കി. എങ്ങനെയൊക്കെ മുത്തുനബിൻ്റെ വിലാദത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഗംഭീരമാക്കാൻ പറ്റുമോ അതൊക്കെ പടച്ചോൻ ചെയ്തിട്ടുണ്ട്. വല്ലാഹു യഅസിമുക മിനന്നാസ്. എല്ലാ അർത്ഥത്തിലും മുത്തുനബിയെ പ്രസവിക്കുന്ന സമയത്ത് പോലും കൂടുതൽ ചൂടില്ലാത്ത, കൂടുതൽ തണുപ്പില്ലാത്ത ഒരു ബൈന നിൽക്കുന്ന സമയത്താകണം. അതുകൊണ്ടാണ് റബീഉൽ അവ്വലിനെ തെരഞ്ഞെടുത്തത് എന്ന് ഇമാമുമാർ പറഞ്ഞു. ഞാൻ എൻ്റെ വക ഒന്നും പറഞ്ഞതല്ല, നമ്മുടെ ഇമാമുമാർ വിശദീകരിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ഹബീബിന് സല്ലല്ലാഹു അലൈഹി വസല്ലം പോറലേൽക്കുന്ന ഒരു സംഗതിയും അള്ളാഹു ചെയ്യൂല. ഒരൊറ്റ ഉദാഹരണം പറയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ പ്രിയപ്പെട്ട ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിക്കെതിരെ വ്യഭിചാരാരോപണം വന്നപ്പോൾ പലരും ഇങ്ങനെ സംശയിച്ചു, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ചില ആൾക്കാർ പോയിട്ട് സിദ്ദീഖ് തങ്ങളോട് കംപ്ലൈൻറ്റ് പറഞ്ഞു, ചില ആൾക്കാർ ഉമർ തങ്ങളോട് കംപ്ലൈൻറ്റ് പറഞ്ഞു, ചില ആൾക്കാർ വേറെ പലരോടും പറഞ്ഞു. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു മറുപടി നമ്മളൊക്കെ ചിന്തിപ്പിക്കുന്നതാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാനൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാം. എൻ്റെ ഹബീബിൻ്റെ ജസദു ഷരീഫിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈച്ച ഇരിക്കൂല എന്നാണല്ലോ മുത്തുനബിൻ്റെ സല്ലല്ലാഹു. എന്തുകൊണ്ടാണ് ഈച്ച ഇരിക്കാത്തത്? ആ ഈച്ചൻ്റെ കാലിൻ്റെ അടിയിൽ ചെളി ഉണ്ടാവും, അനാവശ്യം ഉണ്ടാവും. ഇപ്പം എവിടെയെങ്കിലും കാഷ്ടത്തിൽ പോയി വന്നിരുന്ന് ആ കാലുമായി ഹബീബായ തങ്ങളിൽ ഇരിക്കാൻ പാടില്ല. ഈച്ചൻ്റെ കാലിൻ്റെ അടിയിലുള്ള അഴുക്ക് പോലും ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ ചേരാൻ പാടില്ല എന്നത് ജഗനിയന്താവായ റബ്ബിൻ്റെ തീരുമാനമാണ്. ഇത് പറഞ്ഞിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയാണ്, എനിക്കുറപ്പാണ് ഈച്ചയുടെ കാലിനടിയിലുള്ള ചെളിയെ പോലും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ശരീരത്തിൽ നിന്നും അല്ല സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആയിഷ ഉമ്മ ഒട്ടി നിന്നത് ഹബീബിൻ്റെ ശരീരത്തെയാണ്. ആ ശരീരം ഒരു തരത്തിലും അഴുക്ക് പുരളില്ല. സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ അഴുക്കുള്ള ഒരു പെണ്ണിനെ എൻ്റെ ഹബീബുമായി ചേർക്കുകയോ അത് സംഭവിക്കില്ല. അത്രക്കും പരിശുദ്ധമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ കാണാനുള്ള തൗഫീഖ് അള്ളാഹു തആല നൽകട്ടെ. ബൈത്ത് എടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ എടുക്കുന്നില്ല, അത് പറയുന്നില്ല, സൂചിപ്പിച്ചു വന്നത്. പിന്നെ ഇത് മൗലൂദിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാഹിത്യം കുറേ പറയാമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിൽ കൂടുതൽ വ്യാഖ്യാനങ്ങൾ, കൂടുതൽ വിശദീകരണങ്ങൾ അതതിൻ്റെ ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് പറയാനുണ്ടെങ്കിലും ഇതൊക്കെ ഒരുപാട് സന്തോഷം ഇങ്ങനെ അറിയിക്കുന്ന വാക്കുകളാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അർഹമുർ റഹീമീനായ റബ്ബ് അത് മനസ്സിലാക്കാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് കൽബിൽ കൊണ്ടുവരാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. മങ്കൂസ് മൗലൂദ് ഓതുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മങ്കൂസ് മൗലൂദ് ഓതിയിട്ട്
മാത്രം ഔലിയാക്കളായ മഹാന്മാർ കേരളത്തിലും കർണാടകത്തിലും ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കാക്കുപ്പാപ്പ കമ്പിമാണ കൊടക് ഉപ്പാപ്പ താജുശ്ശേരി ഉസ്താദിൻ്റെ അടുത്ത് ബേക്കൽ ഉസ്താദിൻ്റെ ശരീക്കായിട്ട് ഓതിയ ആളാണ്. എങ്ങനെയാണ് വലിയായത് എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദായ അലിക്കുഞ്ഞ് ഉസ്താദ് തന്നെ പറഞ്ഞത്, എല്ലാ ദിവസവും വൈകുന്നേരം മങ്കൂസ് മൗലൂദ് ഓതാറുണ്ട്. CM വലിയുള്ളാഹിനെ സംബന്ധിച്ചും അങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. മങ്കൂസ് മൗലൂദ് എന്ന് പറഞ്ഞാൽ അത് അത്ഭുതങ്ങളുടെ കലവറയാണ്. അൽഹംദുലില്ലാ SSFൻ്റെ ജില്ലാ കമ്മിറ്റി എല്ലാ വെള്ളിയാഴ്ചയും, എല്ലാ തിങ്കളാഴ്ചയും, വ്യാഴാഴ്ചയും രാവിലെ ഓൺലൈനിലൂടെ മങ്കൂസ് മൗലൂദിൻ്റെ വ്യാഖ്യാനവും അതിൻ്റെ പാരായണവും നടക്കാറുണ്ട്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. പരമാവധി നമ്മളൊക്കെ ഇതിൻ്റെ പ്രചാരകരാവുകയും അത് ഉള്ളിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് കടത്തിയിടുകയും വേണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൗലൂദിൻ്റെ സദസ്സിലുള്ള അദബ് നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. ഏറ്റവും നല്ല ഡ്രസ്സ് മൗലൂദിൻ്റെ സദസ്സിൽ ധരിക്കണം. മൗലൂദിൻ്റെ സദസ്സിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പൂർണ്ണമായും അതിൽ ലയിച്ചിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ കണ്ണും കൽബും കാതും സർവ്വതും ഇങ്ങനെ കൊതിയോടെ നിൽക്കണം. അതിന് പറ്റിയ ഒരു സന്ദർഭമായി അള്ളാഹു ഈ മഹബ്ബയുടെ ഈ സംവിധാനത്തെ മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ കൽബൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബുമായി അള്ളാഹു ചേർത്ത് നിർത്തി തരട്ടെ. നമ്മളെ സ്വീകരിക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹു ഒരുക്കി തരട്ടെ. അള്ളാഹു അതിന് പറ്റിയ കൽബ് അള്ളാഹു നമുക്ക് നൽകട്ടെ. എപ്പോഴും ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയും അതിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോവുകയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആളായി തീരാൻ നമ്മൾ വല്ലാതെ പൂതി വെക്കുകയും വേണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് സെഷനുകൾ ഇവിടെ നടക്കാനുണ്ട്. SSFൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ സംഘടനയുടെയും മറ്റ് പരിപാടികളിലൊക്കെ എല്ലാവരും സജീവമായിട്ടുണ്ടാവുകയും വേണം. ഇൻഷാ അല്ലാഹ് 12-ൻ്റെ അന്ന് രാത്രി ശൈഖുനാവ് സജീവമായിട്ടുണ്ടാവുകയും അതിനുവേണ്ടി നിങ്ങളുടെ ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങൾ പിന്നെ ഇവിടെ സമയം ആരെങ്കിലും കിട്ടാതിരിക്കുമ്പോൾ സ്റ്റെപ്പിനായിട്ട് ഉള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വാഗത സംഘം ചെയർമാനായതുകൊണ്ട് ഏത് സമയത്ത് 10 മിനിറ്റ് കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ഉപയോഗപ്പെടുത്താം എന്ന് അറിയിച്ചുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.